ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ പലരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ വാഹനത്തിൽ ഓയിലുണ്ടോ, ഓയിലിൻ്റെ ലെവൽ കുറവാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയത്ത് നമ്മൾ വാഹനങ്ങളിൽ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒക്കെ കാണുമ്പോൾ തന്നെ പലരും അത് സീരിയസ്നെസ് മനസ്സിലാക്കാതെ വീണ്ടും വാഹനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വാഹനത്തിന് മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ്, എൻജിൻ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്തോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുന്നത്. ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് ദാണ്ട് ഈ കാണുന്നത് പോലെ ഈ സൈഡിലൊരു ഓയിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഓയിൽ സ്റ്റിക്ക് ഊരി ഏകദേശം വരുന്ന വാഹനങ്ങളിൽ മൊത്തം ഒരു ഡബിൾ ഡോട്ട് ആ സ്റ്റിക്കിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ഡബിൾ ഡോട്ടിന് തൊട്ട് താഴെ, അതായത് ഏറ്റവും താഴെയുള്ള ഡോട്ടും ഏറ്റവും മേളിലുള്ള ഡോട്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനത്തിന് ഓയിലൊക്കെ ലെവലാണ്, കുഴപ്പമില്ല എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണത്. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, അഥവാ ശ്രദ്ധിച്ചെങ്കിൽ പോലും വളരെ നിസ്സാരമായിട്ട് കാണുന്ന ആ ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹെഡിലൊക്കെ വരുന്ന ലീക്കുകൾ കാര്യങ്ങൾ, അതായത് ഓയിൽ ലീക്ക് കാര്യങ്ങൾ, നമ്മുടെ ഈ കാണുന്ന ഈ പാക്കിങ് ഈ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിൽ പലരും അത് വളരെ നിസ്സാരമായിട്ടെടുത്ത് അത് നോക്കാതെ നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് മുഖേന നമുക്ക് ചിലപ്പോൾ എൻജിൻ പണി വരെ വണ്ടിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഈ ഭാഗത്താണ് ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഗിയർ ബോക്സിൽ കൂടെ വരുന്ന ഓയിൽ ലീക്കും കാര്യങ്ങളും നമ്മൾ ഇതേപോലെ ശ്രദ്ധിക്കാറില്ല. അത്തരത്തിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നല്ലൊരു മെക്കാനിക്കിനെ കാണിച്ച് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ വാഹനം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണി തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നീട് ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ സ്റ്റിക്ക് ഊരി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റിക്കിൽ രണ്ടാമത്തെ ഡോട്ടിന് ഫസ്റ്റ് ഡോട്ടിനും ഇടയിലാണ് ഓയിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഫസ്റ്റ് ഡോട്ടിലാണ് ആ ഒരു ഓയിലിൻ്റെ ലെവൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വലിയ ലോങ് ഒന്നും പോകാൻ നിൽക്കാതെ, ആണെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം ആ ഓയിൽ ലെവൽ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ രണ്ടാമത്തെ ഡോട്ടിനും താഴെയുള്ള രണ്ടാമത്തെ ഡോട്ടിനും താഴെയാണ് ഓയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വണ്ടി എടുക്കാനേ പാടില്ല. വണ്ടി കിടക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ ഇട്ട് മെക്കാനിക്കിനെ വിളിച്ച് കൊണ്ടുവന്ന് ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് പഴകിയ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം. മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യം, ഇത്തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ വണ്ടിയുടെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്നോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ച് വണ്ടി ശരിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലൊരു തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് മറ്റുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ എൻജിൻ പരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി വലിയൊരു പണി നമുക്ക് തരാനുള്ള ചാൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇതറിയാത്ത പല ആളുകളും കാണും. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ഈ ഒരു കാര്യം അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.